കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. സോ ഞാൻ നാളെ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് പോവുക. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് നമ്മൾ റീലൊക്കെ കാണാറുണ്ട്, യൂട്യൂബിലൊക്കെ നമ്മൾ ഷോർട്സ് വ്ലോഗൊക്കെ കാണാറുണ്ട്. ഓരോരുത്തർ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അല്ലാണ്ട് ഫസ്റ്റ് ടൈമൊക്കെ ആൾക്കാർ സോളോ ട്രിപ്പ് പോയതും ഗേൾസൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ എന്നായി സോളോ ട്രിപ്പ് പോകാൻ. ഞാൻ കുറേ നാളിൽ ആഗ്രഹിക്കുമായിരുന്നു സോളോ ട്രിപ്പ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് നാളെ പോവും. സത്യം എനിക്കറിയാം, ടെൻഷനാണോ എക്സൈറ്റ്മെൻ്റ് ആണോ എന്നറിയില്ല. സോ എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. ഞാൻ അവിടെ ഇപ്പോൾ ആരെങ്കിലും മീറ്റ് ചെയ്യുമോ, ഫ്രണ്ട്സ് ആക്കുമോ ഒന്നും അറിയില്ല. സോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒന്നും എനിക്കറിയില്ല. അപ്പം എല്ലാം അടിപൊളിയായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി വർക്കലയിൽ പോയിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പം ഫസ്റ്റ് ടൈം സോളോ ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ പരിചയം മീൻസ് പോയിട്ടുള്ള സ്ഥലത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ലൈക്ക് എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം പോവാത്ത സ്ഥലങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ എന്തൊക്കെ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പാക്കിങ്ങിലോട്ട് കിടക്കട്ടെ കേട്ടോ. ശരി, ബൈ. അപ്പോൾ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു, കാരണം എൻ്റെ ട്രെയിൻ വന്നിട്ട് 7:10 നോർത്തിൽ നിന്ന്. ട്രെയിൻ ഇതായിരുന്നു, കന്യാകുമാരി എക്സ്പ്രസ്. ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കന്യാകുമാരിയിൽ എൻ്റെ തന്നെ ട്രെയിനായിരുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ്. രാവിലെ എണീക്കാനായാലും ഒക്കെ നേരത്തെ എണീക്കും. അലാറം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് ചാടി എണീക്കും. പക്ഷേ വർക്കിന് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ആയിരുന്നു എണീക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ട്രിപ്പെന്ന് പറഞ്ഞാൽ ഓൺ ടൈമിന് ഞാൻ അവിടെ എത്തും. അപ്പം സമയം ഇപ്പോൾ 7:02. അപ്പം പ്ലാറ്റ്ഫോം 2 ആയിരുന്നു ട്രെയിൻ. അപ്പോൾ നോർത്തിലൊക്കെ 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ടുണ്ടാവും. അവിടെയൊക്കെ ചോദിച്ചു, പ്ലാറ്റ്ഫോം ട്രെയിൻ ഇവിടെ തന്നെ അല്ലേ, കോച്ച് പൊസിഷൻ ഇവിടെ തന്നെ അല്ലേ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓൾറെഡി എനിക്കറിയാം, എന്നാലും ഒരു എക്സൈറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ കാരണം മാറിപ്പോണ്ടെന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം അല്ല, കോച്ച് പൊസിഷനൊക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നിന്നു. അപ്പോൾ ഒരു മെമു പോയായിരുന്നു. അപ്പോൾ എൻ്റെ ട്രെയിൻ വന്നായിരുന്നു. ട്രെയിൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് എന്തോ ലേറ്റ് ആയിരുന്നു, 7:15 എത്തിയപ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ മുഖത്ത് എക്സൈറ്റ്മെൻ്റ് ആണോ ടെൻഷനാണോ ഒന്നും അറിയില്ലായിരുന്നു. എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ഒരു ഇമ്പൾസീവിന് ഇറങ്ങിയതാണ് സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട്. വീട്ടുകാരെ കൺവിൻസ് ചെയ്യാനായിരുന്നു ഏറ്റവും പാട്. അങ്ങനെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് എൻ്റെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഓൾറെഡി എൻ്റെ സ്നാക്സൊക്കെ കുറേ ഫില്ല് ചെയ്തിട്ടാണോ ഞാൻ വന്നത്. അപ്പം എൻ്റെ മുഖത്ത് എന്താ എക്സ്പ്രഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സന്തോഷമാണോ എക്സൈറ്റ്മെൻ്റ് ആണോ, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല ശരിക്കും എന്താ ചെയ്യേണ്ടത്. ശരിക്കും ഞാൻ പോവുകയാണ്, സ്വപ്നം കാണുകയാണോ ഒന്നും, ലൈക്ക് പെട്ടെന്നൊരു ഇമ്പൾസീവിന് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ സത്യം പറഞ്ഞിട്ട് മനസ്സിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്നോ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ അവിടെ പോയിട്ട് എന്താ പരിപാടി ഒന്നും പ്ലാൻ ഒന്നും ചെയ്യാണ്ട് ഇറങ്ങി വെക്കുന്നത്. അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം, കുറേ കഫേസൊക്കെ കയറണം, ഫുഡ് അടിക്കണം എന്നൊക്കെയായിരുന്നു മെയിൻ എയിം. എന്നിട്ട് കുറേ യൂട്യൂബ് വ്ളോഗ്സൊക്കെ കണ്ടിട്ടാട്ടോ ഞാൻ പോകുന്നത്. കാരണം എന്നിട്ട് ഞാൻ എൻ്റെ നോട്ട്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഏത് കഫേ കയറണം എന്നൊക്കെ. പക്ഷെ അല്ലാണ്ട് വേറെ സ്ഥലങ്ങളിൽ പോകണം എന്ന് അങ്ങനത്തെ പ്ലാനിങ് ഒന്നുമില്ല. എവിടെ ആ സമയത്ത് എവിടെ പോകാൻ തോന്നുന്നു അങ്ങ് പോകണം, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻസ്. പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി മഖാന ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറാട്ടോ മഖാന പെരിപെരിയുടെ. അപ്പോൾ ഇതാരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ കേട്ടോ, സൂപ്പറാട്ടോ. അപ്പോൾ ഒരു 11:15 ആയപ്പോഴേക്കും ഞാൻ വർക്കലയിൽ എത്തിയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വാട്ട് നെക്സ്റ്റ്, എന്താ ഇനി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. ഹോസ്റ്റലിലാട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഒരു ഫീമെയിൽ ഡോം പോലത്തെ അവിടെ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഇതുണ്ടായിരുന്നു. പ്രയറായിട്ട് ബുക്ക് ചെയ്തിട്ട് ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പ്രയറിൽ ഒരു 2 വീക്സ് മുമ്പെങ്കിലും സാറ്റർഡേ വീക്കെൻഡ്സിലേക്ക് ബുക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് റൂംസ് കിട്ടുള്ളൂ. സോ ഇതാട്ടോ ഞാൻ പറഞ്ഞ ഹോസ്റ്റലിൽ. നല്ല കാം ആൻഡ് പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ റിമോട്ട്ലി വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്ന് നല്ല പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാമല്ലോ. ഞാൻ ഓർത്തു ഒരു ചായ കുടിച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. ടയേർഡല്ല, പക്ഷേ എന്താ ഒരു നിങ്ങൾക്ക് കാണാനൊരു മുഖത്തൊരു സന്തോഷം, എനിക്കെന്തോ ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ആ വ്യൂ വന്നിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ബീച്ചിനോട് ചേർന്നൊരു നല്ലൊരു സൂപ്പർ വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. അവിടുത്തെ ചെക്ക് ഇൻ ടൈമിനെക്കാട്ടും 1 അവർ മുമ്പ് ഞാൻ എത്തിയായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞായിരുന്നു മുകളിൽ കഫേ ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ, അപ്പം കീസ് റെഡി ആകുമ്പോൾ തരാമെന്ന് വിളിക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ എൻ്റെ റൂം കിട്ടി. നല്ല പീസ്ഫുൾ റൂമായിരുന്നു കേട്ടോ. അവിടുത്തെ ആൾക്കാർ കുറേ ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ ആരെയും കണ്ടില്ലായിരുന്നു. മേ ബി അവരൊക്കെ പുറത്ത് പോയിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു കേട്ടോ. അവൾ ഈ റൂമിൽ തന്നെയാണ്. അവൾ സർഫിങ്ങിന് ലാസ്റ്റ് വീക്ക് വന്നതായിരുന്നു. ഓൾമോസ്റ്റ് 5 days ആയിട്ട് അവളോട് ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ മീറ്റ് ചെയ്തു. അപ്പോൾ അവളായിട്ട് പുറത്ത് പോയി ഫുഡ് കഴിച്ചു. നല്ല കഫേ ആയിരുന്നു കേട്ടോ. അബ്ബ എന്ന് പറഞ്ഞൊരു നല്ലൊരു കഫേ ആയിരുന്നു. വർക്കലയിൽ വന്നിട്ട് വൺ ഓഫ് ദ യമി ഫുഡ്സ് കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കഫേസ് ആട്ടോ അബ്ബ റെസ്റ്റോറൻറ്റ്. സോ എല്ലാവരും വന്ന് കഴിച്ചു നോക്കുക. സ്ഥലം നല്ല ഫുഡായിരുന്നു, കുഴപ്പമുണ്ടായില്ല. അവിടുത്തെ വ്യൂ മിക്കയിടത്തും വ്യൂ ആട്ടോ സൂപ്പർ. ഈ ക്ലിഫിലേക്ക് വ്യൂ എന്ത് രസമാണ്. പിന്നെ വെയിലുണ്ടായിരുന്നു, പക്ഷെ അത്യാവശ്യം ചൂട് അത്ര കുറവുണ്ടായിരുന്നു. അത്ര ചൂട് നമുക്ക് ഫീൽ ചെയ്തില്ല, പക്ഷെ ആ വ്യൂ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾ പറഞ്ഞു നമുക്ക് ഈ സ്പാ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാനില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും വന്നേലേ ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് 1 hourന് 1000 rupees അങ്ങനെ എന്തോ ആയിരുന്നു പേയ്മെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു 1/2 hour 1 hour ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് വ്യൂ അല്ല സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു വ്യൂ നോക്കി നടക്കുമായിരുന്നു, ലൈക്ക് സ്പോട്ട്. അപ്പം അങ്ങനെ ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ പക്ഷേ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് മെയിൻ ബീച്ചിലേക്ക് തന്നെ വന്നു. അവിടെ നിന്ന് സൺസെറ്റിനും വ്യൂ കൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മളവിടെ ബീച്ചൊക്കെ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പാണല്ലോ. സോ ഞങ്ങൾ അങ്ങനെയൊക്കെ എഴുതി നല്ല വേവ്സൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. നല്ല പീസ്ഫുൾ ഏരിയ കേട്ടോ, നല്ല പീസ്ഫുൾ എൻവയോൺമെൻറ്റ്. അത് ഞങ്ങൾ കുറേ നടന്ന് ക്ഷീണിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അകത്ത് കേട്ടോ. അവിടെ കുറേ ഫൺ ആക്ടിവിറ്റീസുള്ള കുറേ സ്പോട്ട്സ് ഉണ്ട്. ഇവളുടെ പേര് ഞാൻ പറയാൻ മറന്നു, മഹിമ. ഇവൾ വന്നൊരു സൂപ്പർ, അതൊരു ഡൽഹിക്കാരിയാട്ടോ. എനിക്കറിയില്ല, ഞങ്ങൾ രാവിലെ സംസാരിച്ചപ്പോഴേക്കും എന്തോ ജസ്റ്റ് ഒരു കണക്ഷൻ വന്നു. പിന്നെ ഇവൾക്ക് കുറേ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അവരായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഇവർക്കൊക്കെ നമുക്ക് എന്താ കേരള ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ. അപ്പം അങ്ങനെ കുറേ കേരള ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഞാൻ തിരാമിസു ആട്ടോ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഇവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാംസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞാൻ രാവിലെ ആയപ്പോൾ വെക്കേറ്റ് ചെയ്തു റൂം. അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ സോളോ ട്രിപ്പാണല്ലോ, ഞാൻ സോളോ ആയിട്ടൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ ഞാൻ മോർണിംഗ് ഒരു ഡാർജിലിംഗ് കഫേ എന്ന് പറഞ്ഞ കഫേയിൽ വന്നിട്ട് നല്ല ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെ മസാല ടീ ഒക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ നമുക്ക് സോളോ ട്രിപ്പൊക്കെ വരണം. നമ്മുടെ വർക്ക് ലൈഫ് നോർമൽ ലൈഫിൽ നിന്നൊക്കെ മാറി ഇടയ്ക്കൊക്കെ ഒരു സോളോ ട്രിപ്പ് അടിക്കണം നമ്മൾ. ഞാൻ ആദ്യം വിചാരിച്ചത് സോളോ ട്രിപ്പൊക്കെ പോയാൽ എനിക്ക് ബോറടിക്കുമോ, കാരണം എനിക്ക് കുറച്ച് നേരമൊക്കെ മിണ്ടാണ്ടിരിക്കാൻ പറ്റും. പക്ഷേ കുറേ കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആരോടെങ്കിലും സംസാരിക്കണം, അങ്ങനത്തെ ഒരു നേച്ചറുണ്ട്. പക്ഷേ ചില സമയത്ത് എനിക്ക് മിണ്ടാൻ തോന്നത്തില്ല, ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കാൻ തോന്നും. അപ്പോൾ തിരിച്ച് ട്രെയിൻ വന്നിട്ട് 1:30 ഞാൻ ഓൺ ടൈമിനോടെ എത്തി. അങ്ങനെ എൻ്റെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു വർക്കലയിൽ നിന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി 2 ദിവസം കൂടെ നിൽക്കാമായിരുന്നു എന്ന് വിചാരിച്ചു. ഇനി വരുമ്പോൾ എന്തായാലും സർഫിങ്ങിന് ജോയിൻ ചെയ്യണം. കാരണം ജസ്റ്റ് 1 ഡേക്ക് അല്ലേ ഞാൻ വന്നത്, 1.5 days വന്നത് ഞാൻ വർക്കിലേക്ക്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും സർഫിങ് ചെയ്യണം. അപ്പോൾ ആർക്കെങ്കിലും എന്നെപ്പോലെ സോളോ ട്രിപ്പിന് ഇങ്ങനെ വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സോളോ ട്രിപ്പ് നിങ്ങൾ പോയിരിക്കണം. കാരണം ആ ട്രിപ്പ് കഴിയുന്ന മുമ്പേക്കും നിങ്ങളെന്തോ ഒരു ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് സോളോ ട്രിപ്പ് പോകുമ്പോൾ ബോറടിക്കും, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറുതെയാണ്, നമ്മളെക്കൊണ്ട് എന്തായാലും പറ്റും. ജീവിതത്തിൽ എപ്പോഴും രാവിലെ എണീക്കുക, വർക്കിന് പോവുക, തിരിച്ച് വരിക, ഉറങ്ങുക, പിന്നെയും സെയിം റുട്ടീനിലൊക്കെ മാറിയിട്ട് ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പിനൊക്കെ പോകുന്നത് നല്ലതല്ലേ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ സോളോ ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ലൈഫിൽ പോയിരിക്കണം.
അതിൻ്റെ സന്തോഷം നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു എൻ്റെ സോളോ ട്രിപ്പ് യാത്ര. അപ്പോൾ അടുത്ത ട്രിപ്പായിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുകന്യ സൈനിങ് ഓഫ്. ബൈ ബൈ.